അതിലൊന്ന് വയനാട് പുനരധിവാസത്തിന് ആദ്യഘട്ടമായി 750 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ CMDRF SDMA സ്പോൺസർഷിപ്പ് തുടങ്ങിയ പദ്ധതിയിൽ ഉപയോഗിക്കും. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞത്. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും. CMDRF SDMA കേന്ദ്ര ഗവൺമെന്റ് പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും. അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും. കണ്ണൂരിലും കൊല്ലത്തും IT പാർക്ക്. കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം IT പാർക്ക് തുടങ്ങാൻ 293 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് അനുവദിച്ചത്. കൊല്ലം കോർപ്പറേഷന്റെ ഭൂമി ഉപയോഗപ്പെടുത്തിയാകും കൊല്ലത്തെ IT പാർക്കിന്റെ നിർമ്മാണം. സർ, കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ കാമ്പസിൽ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള IT പാർക്ക് സ്ഥാപിക്കുന്നതിനായി 293.22 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. സർക്കാരിൽ നിന്നും പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. സർ, ഈ ബജറ്റിൽ IT പാർക്കുകളുമായി ബന്ധപ്പെട്ട 2 പൈലറ്റ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഭൂമിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ലാഭകരമായ പ്രവർത്തനം നടത്താനാവും. മറ്റൊരു പ്രഖ്യാപനം തിരുവനന്തപുരത്തെ AI ഹബ്ബാക്കി മാറ്റും എന്നുള്ളതാണ്. ഇതിനായി തലസ്ഥാനത്ത് GPU ക്ലസ്റ്റർ തുടങ്ങും. പ്രാരംഭ പ്രവർത്തനത്തിന് 10 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചൈനയുടെ ഡീപ് സീക്കിനെയും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പരാമർശിച്ചു. GPU ക്ലസ്റ്ററുകൾ സർ, 850 കോടി രൂപ ചെലവിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന OpenAIയുടെ GPT-4 മോഡലിനെ വെല്ലുവിളിച്ചുകൊണ്ട് 50 കോടി രൂപ ചെലവിൽ ഡീപ് സീക്ക് എന്ന ഒരു ചെറിയ ചൈനീസ് കമ്പനി വികസിപ്പിച്ചെടുത്ത AI മോഡൽ സംബന്ധിച്ച വാർത്തകൾ നാം എല്ലാവരും വായിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, AVGC മേഖലകളിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര GPU ക്ലസ്റ്റർ സ്ഥാപിക്കും. സംസ്ഥാനത്ത് ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും ഇത് ഉപകരിക്കും. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ അനുവദിക്കുന്നു. TG സജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ ബജറ്റുകളിൽ എന്ന പോലെ തന്നെ ഈ ബജറ്റിലും കേന്ദ്രത്തിന്റെ അവഗണന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്കിടയിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ള ധനമന്ത്രിയുടെ വാദമാണ്. ഇതിനെ പക്ഷേ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ലല്ലോ. പ്രതിപക്ഷമാവാദം അംഗീകരിക്കുന്നില്ല. ധനസ്ഥിതി ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നു എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന വാദമായി ധനമന്ത്രി ഉയർത്തിക്കാട്ടുന്ന ചില ഘടകങ്ങൾ എങ്ങനെയാണ്? കാരണം സംസ്ഥാനത്ത് നമുക്കറിയാം, ഈ കിഫ്ബി വായ്പകൾ, കിഫ്ബി എടുത്ത കടം പൊതുകടത്തിന്റെ ഭാഗമാക്കിയതോടുകൂടിയാണ് കടമെടുപ്പ് പരിധി അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായത്. ഇതിനു പുറമെ സംസ്ഥാന വിഹിതത്തിന്റെ വെട്ടിക്കുറച്ചിലടക്കമുള്ള കാരണങ്ങളാണ് സംസ്ഥാന സർക്കാർ നിരത്തുന്നത്. ഇതിനിടയിലും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി പ്രതിസന്ധികൾ നിൽക്കുന്നതും കടമെടുപ്പിന്റെ തോത് കുറഞ്ഞു എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ പൊതുവിൽ ധനസ്ഥിതിയിൽ മെച്ചപ്പെടുത്തൽ ഉണ്ടായി എന്ന അവകാശവാദം ധനമന്ത്രിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ പൊതുവിൽ പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ വാദം ധനസ്ഥിതിയിൽ മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, വരുന്ന വർഷം അത് കൂടുതൽ മെച്ചപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നതാണ് അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ പുതിയതായി ഏർപ്പെടുത്തുന്ന വരുമാന സാധ്യതാ മേഖലകൾ അത് മുൻനിർത്തിക്കൊണ്ടാവാം ഇത്തരമൊരു അവകാശവാദം സർക്കാർ ഉന്നയിക്കുന്നതിന് കാരണം. എന്തായാലും അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഒപ്പം ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ വിമർശനത്തിന് പ്രതിപക്ഷം പ്രധാനമായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ വലിയ വെട്ടിക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ബജറ്റിൽ വലിയ തരത്തിലുള്ള പരിഗണന കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളിൽ വലിയ വീഴ്ച ബജറ്റിന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇതിന് പുറമെ തന്നെ ഇപ്പോൾ ഉദാഹരണമായി ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ തവണ 500 കോടിയുടെ വലിയ തരത്തിലുള്ള പണമുടക്ക് സർക്കാർ അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ അവകാശപ്പെട്ടതിൻ്റെ 24% മാത്രമാണ് ആ മേഖലയിൽ പണം വിനിയോഗിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ ഈ പ്രഖ്യാപനത്തിനപ്പുറം കഴിഞ്ഞ ബജറ്റുമായി യാതൊരു തരത്തിലും ചേർന്ന് നിൽക്കുന്ന നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അപ്പോൾ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇതിന് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ല എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്നതാണ് പൊതുവിൽ ധനമന്ത്രിയുടെ അവകാശവാദം. പൊതുവിൽ ഈ പണത്തിൻ്റെ ഒരു ധാരാളിത്തം പ്രകടമാവുന്ന പ്രഖ്യാപനങ്ങളൊന്നും ഈ ബജറ്റിൽ പ്രകടമായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധി സംബന്ധിച്ച സൂചനകളും ആശങ്കകളും ബജറ്റ് പൊതുവിൽ കടന്നു പോകുമ്പോൾ, ബജറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നതുമുണ്ട്.
ശരി, കേരളത്തിന്റെ ധനസ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടു എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില പ്രഖ്യാപനങ്ങളുണ്ട്. പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3061 കോടി രൂപയാണ് വകയിരുത്തിയത്. 150 പാലങ്ങൾ ഉടൻ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനമുണ്ട്. കിഫ്ബിയും റീബിൽഡ് കേരളയും വഴി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണിതെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. സർ, സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡിൽ 17,453 കോടി BMC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 5 നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പദ്ധതി അത് കിഫ്ബി സഹായത്തോടെ 48 പദ്ധതികൾക്കായി 5243 കോടിയുടെ അനുമതി ലഭ്യമാക്കി ഓരോ ഘട്ടമായി വികസിച്ചു വരികയാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത ഈ വർഷം അവസാനം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഒരിക്കലും നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 2016 മുൻപ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാതകളുടെ വികസനം യാഥാർത്ഥ്യമാവുകയാണ്. അടുത്ത ബജറ്റ് സമ്മേളനത്തിന് വടക്കൻ മേഖലകളിലെ MLA-മാർക്ക് വീതിയേറിയ 6 വരി റോഡുകളിലൂടെ വരാൻ കഴിയുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. മലയോര തീരദേശ പാതകൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. സർ, അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ MLA-മാർക്ക് വീതിയേറിയ 6 വരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയും. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് 2016 മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. 2025 അവസാനത്തോടുകൂടി ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപയോളം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ നൽകിയുണ്ടായി. ഇതുകൂടാതെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. സജിത്ത്, ഇതിനകത്ത് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുൻപ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യം കിഫ്ബി റോഡുകൾക്ക് യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുന്ന കാര്യമായിരുന്നു. ടോൾ പിരിക്കുവാനുള്ള തീരുമാനം അത് നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളത്. ബജറ്റിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും സൂചനകൾ എവിടെയെങ്കിലും നൽകിയിട്ടുണ്ടോ? മഞ്ജുഷ, ചോദ്യം ഒന്നുകൂടെ. ഈ ബജറ്റ് അവതരണത്തിന് മുൻപുള്ള പ്രധാന ചർച്ചാ വിഷയത്തിൽ ഒന്ന് ഈ കിഫ്ബി റോഡുകളുടെ യൂസേഴ്സ് ഫീ ആയിരുന്നുവല്ലോ. ടോൾ പിരിവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ബജറ്റിൽ എവിടെയെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ കടന്നു വന്നിട്ടുണ്ടോ? മഞ്ജുഷ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നേരിട്ട് റോഡിൽ നിന്നും ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോള്, ചുങ്കം അത്തരം നീക്കങ്ങളുണ്ട് എന്ന നേരിട്ട പ്രഖ്യാപനമില്ല. പക്ഷേ കൃത്യമായ അതിൻ്റെ സൂചനകൾ ധനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. അതാണ് ശ്രദ്ധേയമായ കാര്യം. ഒന്ന്, ഈ കിഫ്ബി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിഫ്ബി വരുമാനദായകമായ പദ്ധതിയാക്കി മാറ്റണം, അത് സംബന്ധിച്ച ആലോചനകളുണ്ടാകും, അത് സംബന്ധിച്ച സാധ്യതകളിലേക്ക് സർക്കാർ കടക്കുമെന്ന പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട, ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ധനമന്ത്രിയുടേതായി നിയമസഭയിൽ ബജറ്റ് പ്രഖ്യാപനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, ആ സാധ്യത തേടൽ അത് റോഡ് ടാക്സ് എന്ന ടോൾ ഏർപ്പെടുത്തുക എന്ന നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അതൊരു പ്രഖ്യാപനമായി നടത്താൻ തയ്യാറായിട്ടില്ല. അതെങ്ങനെ നടത്തുമെന്നതാണ് ഇനി അറിയേണ്ട കാര്യം. നമുക്കറിയാം, ഈ ബജറ്റിൽ നേരിട്ട് ഇത് സംബന്ധിച്ച ചില പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ അത്തരം നേരിട്ട് പ്രയോഗങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കുക അല്ലെങ്കിൽ വരുമാനം കണ്ടെത്താനുള്ള പുതിയ സാധ്യതകൾ തേടുമെന്ന പ്രഖ്യാപനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് റോഡ് നികുതി, റോഡിൽ നിന്നും റോഡ് ഉപയോഗത്തിന് ടോൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാധ്യതയിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ തുടർ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ശരി, മറ്റു ചില കാര്യങ്ങൾ കൂടി ബജറ്റിലെ പ്രഖ്യാപനമായി വന്നിട്ടുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ വാടകയ്ക്ക് നൽകാൻ സർക്കാരിന്റെ ഇടപെടലിൽ ഹോം ടൂറിസം പദ്ധതിയുണ്ട്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയാണ് വകയിരുത്തിയത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംരംഭമാണ് ഹോംസ്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉള്ളടക്കം. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. സർ, ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു.